അത് അപകടമാണല്ലോ ജ്യോതി. അങ്ങനെയെങ്ങാനും ഒരു വാദം ആ വക്കീൽ കോടതിയിൽ ഉന്നയിച്ചാൽ മിക്കവാറും അത് കോടതി അംഗീകരിക്കാനാ സാധ്യത. അങ്ങനെ ഉണ്ടായ ഈ ഹാർട്ട് അറ്റാക്ക് നാടകമൊക്കെ വെറുതെ ആവും. എല്ലാം വെറുതെ ആകുമെന്നും ഈ ജന്മം CKC ജയിലിൽ നിന്ന് പുറത്തു കിടക്കാൻ അനുവദിക്കില്ലെന്നും വെല്ലുവിളിച്ചിട്ടാ നിധി ഇവിടുന്ന് പോയിരിക്കുന്നത്. മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചൊരു പരിശോധന നടത്തിയാൽ എനിക്കൊരു കുഴപ്പമില്ലാന്ന് കോടതിക്ക് ബോധ്യപ്പെടും. അങ്ങനെ ഉണ്ടായാൽ നിധിയുടെ പെർജറി കേസിന് ബലം കൂടുമെന്ന് മാത്രമല്ല, കോടതിയെ കബളിപ്പിച്ചതിനുള്ള ശിക്ഷ വേറെയും കിട്ടും. ഇനിയിപ്പോ എന്ത് ചെയ്യും CKC? ഇങ്ങനൊരു നീക്കം ഉണ്ടാവുന്ന ഞാനോ വക്കീലോ പ്രതീക്ഷിച്ചില്ല. ഈ പ്രതിസന്ധിയിൽ നിന്ന് തലയൂറണമെങ്കിൽ അടവുകൾ സർവ്വതും ഒരുമിച്ചെടുത്ത് പയറ്റിയേ മതിയാകൂ. ഓംപ്രകാശ് വക്കീലുമായി സംസാരിച്ച ഇതിനും കൂടി എന്തെങ്കിലും ഒരു മറുമരുന്ന് വക്കീല് കണ്ടുപിടിക്കില്ലേ? നിധിയുടെ ഈ നീക്കത്തെ തടയിടാൻ വക്കീലിന്റെ തന്ത്രങ്ങൾ ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരില്ല. തറക്കളി പുറത്തെടുത്താലേ ഇതിനെ നേരിടാൻ പറ്റൂ. എന്തെങ്കിലും ഐഡിയ ഉണ്ടോ CKCയുടെ മനസ്സിൽ? ഉണ്ടെങ്കിൽ പറ. ഞാൻ ഇനി പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോ. ഇത് നിസ്സാര കാര്യമല്ലേ? ഞാനിത് നടത്തുകയും ചെയ്യും, CKC ജാമ്യത്തിൽ ഇറങ്ങുകയും ചെയ്യും. 100% ഉറപ്പ്. അമ്മേ, അമ്മേ, ഞങ്ങൾ ഇറങ്ങാണേ. നിങ്ങള് നേരെ കോടതിയിലേക്ക് തന്നെയല്ലേ പോകുന്നത്? ഇടയ്ക്ക് വക്കീലിനെ ഒന്ന് വിളിക്കണം. ഓഫീസിലേക്ക് ചെല്ലാൻ പറഞ്ഞാൽ അങ്ങോട്ടൊന്ന് പോവും. അതല്ലെങ്കിൽ നേരെ കോടതിയിലേക്ക് പോവും. ആ CKC എങ്ങാനും ജാമ്യം കെട്ടി ഇറങ്ങുമെന്ന് ഒരു പേടി എനിക്കുണ്ട്. പേടിക്കാനൊന്നുമില്ലെന്നാ ലത വക്കീല് പറഞ്ഞത്. CKCയുടെ അസുഖ വിവരം പറഞ്ഞിട്ടായിരിക്കും അയാളുടെ വക്കീല് ജാമ്യത്തിന് അപേക്ഷിക്കുന്നത്. ഒരു മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് CKCയുടെ ആരോഗ്യനില പരിശോധിക്കണമെന്ന് നമ്മുടെ ഭാഗത്ത് നിന്ന് ശക്തമായിട്ട് നമ്മുടെ വക്കീലും മുന്നോട്ട് വയ്ക്കും. ആ ആവശ്യം കോടതിക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ഇനിയിപ്പോ മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചാലോ അത് CKCക്ക് പണിയുമാവും. അയാൾക്ക് ഒരു അസുഖവും ഇല്ലെന്ന് തെളിഞ്ഞാൽ അതോടെ അയാൾക്ക് എന്തെങ്കിലും ഒരിക്കൽ ജാമ്യം കിട്ടാനുള്ള വഴിയും കൂടി അടയും. നിധി, ഇന്ന് സമയം കളയണ്ട, വാ നമുക്കിറങ്ങാം. അമ്മേ, ഞങ്ങൾ പോയിട്ട് വരാം. രണ്ടുപേരും കൂടി കോടതിയിലേക്ക് പുറപ്പെട്ടതായിരിക്കും. എന്തൊരു കഷ്ടകാലമാണെന്ന് പറ. അപശകുനുമായിട്ട് ഞാൻ തന്നെയാ വന്നു കയറിയത്. അപ്പൊ പിന്നെ ഏട്ടത്തി ആ സ്ഥിരം പണി തന്നെ കാണിച്ചോ. വെള്ളം എടുത്തോണ്ട് കൊടുക്ക്. 2 കവിള് വെള്ളം കുടിച്ചിട്ടിറങ്ങിയ ഞാനെന്ന അപശകുനത്തിന്റെ ശല്യം യാത്രയിൽ ഉടനീളം ഒഴിവായി കിട്ടും. പക്ഷേ ഉള്ള കാര്യം ഞാൻ പറയാലോ, ഇത്തവണ 2 കവിളെന്നല്ല, ഇവിടുത്തെ കിണറ്റിലെ മുഴുവൻ വെള്ളം കുടിച്ചിട്ട് പോയാലും അപശകുനം മാറില്ല. CKCക്ക് ജാമ്യം കിട്ടുകയും ചെയ്യും, അയാള് പുറത്തിറങ്ങുകയും ചെയ്യും. ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാ, എടുത്തി കണ്ടോ, ഞാൻ തുമ്മി. ഇതും അപശകുനമാണല്ലേ? എടുത്തി ആ പഞ്ചാംഗം ഒന്ന് നോക്കിയാലോ. CKC ജയിച്ച അടങ്ങുന്ന് നിനക്കെന്താ വസു ഇത്ര വാശി? CKC ജയിക്കണം എന്നതിനേക്കാൾ എന്റെ വാശി ഇവനും ഇവളും തോറ്റു കാണണമെന്നാണ് എടുത്തി. എനിക്ക് ഈ ശുഭശകുനത്തിലോ അപശകുനത്തിലോ ഒന്നും ഒരു വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് പറയാ. വേണമെങ്കിൽ ഒരു നിറകുടവുമായിട്ട് ഏട്ടത്തി വന്ന് ഇവരെ യാത്ര അയച്ചു. എന്ത് വേണമെങ്കിലും ചെയ്തോ. പക്ഷേ ഇന്ന് നടക്കാൻ പോകുന്നത് എന്തായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞു തരാം. CKCയുടെ ജാമ്യാപേക്ഷ കോടതിയിൽ വരും. ആള് അപകടകരമായ അസുഖാവസ്ഥയിലാണ് എന്ന് കോടതിക്ക് ബോധ്യപ്പെടുകയും ചെയ്യും. അതിനെതിരെ ഇനി അഡ്വക്കേറ്റ് ലതാദേവി എത്ര വിയർപ്പൊഴുക്കി വാദിച്ചിട്ടും ഒരു കാര്യവുമില്ല. CKC ഇന്ന് ജാമ്യത്തിലിറങ്ങും. CKC പുറത്തു വന്നു കഴിഞ്ഞാ പിന്നെ കളിയുടെ രീതി അങ്ങ് മാറും. വേഗത കൂടും, ചൂടും പിടിക്കും. പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നത്? ഒരു തിരിച്ചുവരവാണ്. ആരുടെ? പ്രണവിന്റെ.
അവൻ തനിച്ചായിരിക്കില്ല ഈശ്വരമംഗലത്തേക്ക് വന്ന് കയറുന്നത്. ഒപ്പം ശിവാനിയും കാണും. ശിവാനിയും പ്രണവും ഒരുമിച്ച് ഈശ്വരമംഗലത്തേക്ക് വന്ന് കയറി കഴിഞ്ഞ പിന്നെ സംഭവിക്കാൻ പോകുന്ന കഥ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ഗൗതമിന് നിധിക്കും സർവ്വതും പെറുക്കി കെട്ടി തിരിഞ്ഞു നോക്കാതെ തെരുവിലേക്ക് ഇറങ്ങാം. ഹോ, ആ മനോഹരമായ കാഴ്ച കാണാൻ വേണ്ടി ഈ അപശകുനം ഇവിടെ തന്നെ ഉണ്ടാവും, ഉറപ്പ്. അവളുടെ വർത്തമാനത്തിൽ എന്തൊക്കെയോ നിഗൂഢതകളുണ്ട് ഗൗതം. എന്തൊക്കെയോ അറിഞ്ഞിട്ട് സംസാരിക്കുന്നത് പോലെ. അമ്മ ധൈര്യമായിട്ടിരിക്കെ. ഇതൊക്കെ നമ്മൾ എത്രയോ കണ്ടതാ. തോൽക്കുന്നതിന് തൊട്ടു മുമ്പ് വരെയും ആത്മവിശ്വാസത്തിന് ഒരു കുറവും വരുത്താത്ത ഇനങ്ങളാ. വെറുതെ സമയം കളഞ്ഞു, ഞങ്ങൾ ഇറങ്ങട്ടെ അമ്മ. അപശകുനം എപ്പോഴായാലും അപശകുനം തന്നെയാ. നിങ്ങൾ നിക്ക്, 2 കവിള് വെള്ളം കുടിച്ചിട്ട് പോയാ മതി. അമ്മ പറഞ്ഞ സത്യ. ജ്യോതിർമയും ഇവരും ചേർന്ന് എന്തൊക്കെയോ നീക്കങ്ങൾ നടത്തുന്നുണ്ട്. ഗൗതം പേടിക്കണ്ട. CKCക്ക് ജാമ്യം കിട്ടില്ല എന്നുള്ള ഉറപ്പ് ലത വക്കീൽ എനിക്ക് തന്നിട്ടുണ്ട്.